അപകടത്തിലേക്ക് കൂടി പോവുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും ഓടയിൽ വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുണ്ട്. കൊല്ലം ഓച്ചിറയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. തുറന്നു കിടക്കുന്ന ഓടയിൽ വീണാണ് ഈ അപകടം സംഭവിച്ചത്. AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഇത് ആ ഓട അവിടെ ഉണ്ടെന്ന് മനസ്സിലാവാതിരുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു അപകടം, അതിലൊരു മരണം തന്നെ സംഭവിച്ചിരിക്കുന്നു? കഷ്ടമാണ്. ഇത് ആരുടെ വീഴ്ചയാണെന്ന് കൂടി അറിയണം. ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പറയാം ജയശങ്കർ. അതായത് റോഷ്നി, കൊല്ലം ഓച്ചിറയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത്. അജി എന്ന് പറയുന്ന ഒരാൾക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റിബൺ കെട്ടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. ആ ഘട്ടത്തിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വെള്ളമുള്ള ഈ കുഴി ഭാഗത്ത് ഒരാളെ മരിച്ച നിലയിൽ കാണുന്നത്. ഇത് ഓടയ്ക്ക് വേണ്ടി എടുത്ത കുഴിയല്ല, പക്ഷേ ഇതിലൂടെ ഒരു പൈപ്പ് ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒലിച്ചു പോകാനുള്ള പൈപ്പ് ഇടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കുഴിയാണ്. ഈ കുഴിയിലേക്കാണ് ഇന്നലെ രാത്രി ഒരാൾ മറിഞ്ഞു വീഴുന്നത്. നമുക്ക് ബൈക്ക് അപകടം പറ്റിയ ബൈക്ക് ഇവിടെ ഉണ്ട്. ഈ ബൈക്ക് രാത്രി ഈ സർവീസ് ഹൈവേയിൽ പണി നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് ക്യാമറ പാൻ ചെയ്ത് കഴിഞ്ഞാൽ വഴിയിലൂടെ വാഹനങ്ങൾ വരുന്നത് കാണാം. റോഷിനി, അതാ ബൈക്കുകൾ വരുന്നുണ്ട്. ഇതിലൂടെ ടെമ്പോ ട്രാവൽ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു വരുന്ന വഴിയാണ്. ആ വഴിയിലെ സൈഡ് ഭാഗത്തായിട്ടാണ് സൈഡിലായിട്ടാണ് ഈ ഒരു ഓട ഉള്ളത്. ഈ ഭാഗത്ത് ഓടയുണ്ട്. ഓട പോലെയുള്ള ഒരു വെള്ളമൊക്കെ ഒലിച്ചു പോകുന്നൊരു ഇതുണ്ട്. ഇങ്ങോട്ടേക്കാണ് ഈ ബൈക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെയില്ല. ഇന്ന് രാവിലെയാണ് ഈ റിബൺ ഈ സ്ഥലത്ത് സ്ഥാപിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. മറ്റു വഴിവിളക്കോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂചനാ ബോർഡോ ഒന്നുമില്ല. ഹൈവേ പണി നടക്കുന്ന മൂലം ഈ വഴി അടച്ചിട്ടുണ്ട്. പക്ഷേ സർവീസ് റോഡ് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ പോകുന്നൊരു സർവീസ് റോഡാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർ പ്രതികരിക്കും. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്നലെ രാത്രിയിലാണ് തോന്നുന്നത്. പക്ഷേ കണ്ടിട്ട് അറിയാൻ പറ്റിയില്ല, ഇതിനകത്ത് വീട് കിടന്നത് താഴ്ചയായതുകൊണ്ട്. ഈ നിരവധി വാഹനങ്ങൾ പോകുന്നതാണല്ലോ ഈ സർവീസ്. എപ്പോഴും വണ്ടി പോകുന്നത്, ഇവിടെ വരുന്ന വണ്ടിയെല്ലാം ഇങ്ങനെയാണ് പോകുന്നത്, ഇത് അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടെ ഈ സൂചനാ ബോർഡോ അങ്ങനെയൊന്നും കാണാനില്ല, ലൈറ്റോ ഒന്നുമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഡിവൈഡറിൻ്റെ ഇത് ഉണ്ടായിരുന്നു, അതും കൂടെ വെള്ളത്തിൽ വീണ് പോയി അതിനകത്ത്. അപ്പോൾ ഇന്ന് രാവിലെ അവർ വന്ന് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അടുത്ത് വെക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഡെഡ് ബോഡി കിടക്കുന്ന കാണുന്നത്. ബൈക്കും കാണാൻ പറ്റില്ല, വെള്ളത്തിനടിയിലായിപ്പോയി. അപ്പോൾ പിന്നെ അതിനുശേഷം അവരാണ് റിപ്പോർട്ട് ചെയ്ത് പോലീസ് വിളിച്ചേക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇത് എത്ര കാലം ഇങ്ങനെ കുഴി എടുത്ത് വെച്ചു? ഇതിപ്പോൾ ഒരു 2-3 ആഴ്ചയായി. ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഒത്തിരി ആക്സിഡൻറ്റ് പറ്റി ഈ കുഴി വന്നതിന് ശേഷം തന്നെ ഒരുപാട് ആപത്തുകൾ വന്ന് നിൽക്കുമായത്. അപ്പോൾ ഈ പാവം സുഖമില്ലാത്ത ആൾക്കാരൊക്കെ പോവുകയും വരികയും ചെയ്യുന്നത്, വണ്ടികൾ ഇങ്ങനെ വരികയൊക്കെ. മുന്നറിയിപ്പെങ്കിലും വേണമല്ലേ? ഒന്നും അറിയിപ്പേ ഇല്ല ഇവരത്തെ പറഞ്ഞപ്പോൾ അവർ പറയുന്നു പൈപ്പിൻ്റെ കുഴലിനാന്ന് പറയുന്നു. പിന്നെ നമ്മളെന്താ പറയാനാ? എന്തായാലും നാട്ടുകാർ പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ ഒരു മുന്നറിയിപ്പോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നുമില്ല. ഈ സർവീസ് റോഡിലൂടെ നിരവധി വാഹനം, 100 കണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഒരു വഴിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ വലിയൊരു കുഴി എടുത്തു വെച്ചിരിക്കുന്നത്. പൈപ്പ് ഇടുന്നതിന് വേണ്ടിയുള്ള കുഴി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇതിൻ്റെ അറ്റത്ത് ഒരു പൈപ്പ് ഇട്ടതായി കാണാം. പക്ഷേ അത് ഈ കുഴിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു പൈപ്പല്ല. പക്ഷേ ഇതിലാകെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. രാത്രിയൊക്കെ ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു കുഴിയുള്ള കാര്യം, ഈ സർവീസ് റോഡിൽ കുഴിയുള്ള കാര്യം ആരും അറിയില്ല. വാഹനം നേരെ കുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നവരും പരിതാപകരമാണ് റോഷിനി. കാരണം ഈ ഹൈവേയുടെ പണി നടക്കുമ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇതുവരെ 4ഓളം ആളുകൾ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 4ഓളം ആളുകൾ ഇത്തരത്തിൽ കുഴിയിൽ വീണും ഈ ഹൈവേയുടെ പണിയുടെ ഇടയിലൊക്കെ തന്നെ ഈ ഓച്ചിറ പ്രദേശത്ത് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഈ കൊല്ലം ജില്ലയിൽ ദേശീയപാതയുടെ പണി വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പലയിടത്തും സമാനമാണ് കാഴ്ചകൾ. കാരണം ഇങ്ങനെ എവിടെയും ഇത്തരത്തിൽ ഒരു സുരക്ഷിതമല്ല, എവിടെയും കൃത്യമായ സൂചനാ ബോർഡുകളില്ല. രാത്രി കാലങ്ങളിൽ സർവീസ് റോഡുള്ള പ്രദേശങ്ങളിൽ വെളിച്ചമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം നമുക്കിത് ദൃശ്യങ്ങളിലൊക്കെ തന്നെ ക്യാമറ അങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഒരു വലിയ ടെമ്പോ ട്രാവലറുള്ള വണ്ടിയാണ് വരുന്നത്. ഇങ്ങനത്തെ 100 കണക്കിന് വണ്ടികൾ പോകുന്ന ഒരു സർവീസ് റോഡാണ്. ബൈക്ക് ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങളും രാത്രിയോ പകലോ ഒന്നുമില്ലാതെ കടന്നു വരുന്ന വഴിയിൽ സൂചനാ ബോർഡുകളോ ഒന്നുമില്ല. ഇന്ന് ഈ അപകടം ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഉയർത്തി കാണിക്കാം ഈ റിബൺ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയത്. പക്ഷേ ഈ റിബൺ കെട്ടിയത് കൊണ്ട് മാത്രം റോഷിനി, ഈ റിബൺ കൊട്ടിയത് കൊണ്ട് മാത്രം എങ്ങനെ ഈ അപകടത്തെ പ്രതിരോധിക്കാനാകുമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഒപ്പം തന്നെ ഈ സ്ഥലത്ത് നമുക്ക് കാണാം ചില ടാങ്കൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടാങ്കൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ആളുകൾക്കൊരു സൂചനാ ബോർഡ് നൽകാനാകുമെന്നാണ് ചോദ്യം. കാരണം ഈ രാത്രി സമയത്തൊക്കെ ഒരു വെളിച്ചം പോലും ഇല്ലാത്ത സമയത്ത് ബൈക്കിൽ നിന്ന് അടിക്കുന്ന വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു റിഫ്ലക്ടർ എങ്കിലും ദേശീയപാത അതോറിറ്റി ഇവിടെ സ്ഥാപിക്കേണ്ട, ഇല്ലെങ്കിൽ ഈ സർവീസ് റോഡ് അടച്ചുപൂട്ടണം. പക്ഷേ അങ്ങനെ ഒരു സാധനമില്ല. ഈ നാട്ടുകാർക്ക് ഉൾപ്പെടെ പോകുന്നതിന് ഉപയോഗിക്കുന്നതൊക്കെയാണ് ഈ സർവീസ് റോഡുള്ളത്. എന്തായാലും അജി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവനാണ് ഇന്നലെ രാത്രി ഇവിടെ ജീവൻ നഷ്ടമായത്. അയാൾ ഈ ബൈക്ക് അപകടത്തിൽ നാട്ടുകാരൊക്കെ പറയുന്നതനുസരിച്ച് ഈ കുഴിയിലേക്ക് വീണത്, ഈ ഡിവൈഡർ തട്ടിയൊക്കെയാണ് വീണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങോട്ട് വീണു. ഇന്ന് രാവിലെ
ഇവിടെ എത്തിയ ആളുകളാണ്, ദേശീയപാത അതോറിറ്റിയുടെ തന്നെ ആളുകളാണ് ഇയാളെ കാണുന്നത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരാൾ മരിച്ചു എന്ന് മനസ്സിലാവുന്നത്. അപകട കുഴിയാണ് റോഷിനി. വെറുതെ ഒരു കുഴി എടുത്തിട്ടു, അതിൽ വെള്ളം നിറഞ്ഞു, അതിലേക്കൊരാൾ വീണു. അയാൾ വീണതോ ആരും അറിഞ്ഞില്ല, അപകടം പറ്റിയതോ ആരും അറിഞ്ഞില്ല, അയാൾക്ക് ജീവൻ നഷ്ടമാകുന്നൊരു സാഹചര്യം. ഇനിയെങ്കിലും ഇത്തരം ഇടങ്ങളിൽ ദേശീയപാതയുടെ മുഴുവൻ സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും സൈൻ ബോർഡുകളോ ഇല്ലെങ്കിൽ വെളിച്ചമോ ഒക്കെ നൽകി ആളുകളെ സംരക്ഷിക്കണം. ഇവിടെ പണി ദേശീയപാത ഓരങ്ങളിൽ നിന്നും അതിന്റെ പണി നടക്കുന്ന ഇടങ്ങളിൽ നിന്നും അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുമൊക്കെ എത്ര കുറി നമ്മൾ ഇത്തരം അപകടങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിലൊക്കെ വല്ല കാര്യമായ നടപടികളും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുകയാണ്. ആ ഓടയിൽ വീണ്, ആ റോഡ് കണ്ടാൽ തന്നെ അറിയാം, ആ ഓടയിലേക്ക് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് അപകടം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്.